പെൻസിൽവാനിയയിൽ നിന്ന് നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ അമേരിക്കൻ മലയാളികളായ ജോൺസൺ ജോസഫും വിജയ് വിൻസെന്റുമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 30 വർഷത്തെ ഇവരുടെ അമേരിക്കൻ ജീവിതാനുഭവങ്ങൾ നർമ്മത്തിൽ കലർത്തി പങ്കുവെച്ചുകൊണ്ടാണ് ഈ യാത്ര. എവിടെ നോക്കിയാലും ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ പെൻസിൽവാനിയ. ഈ പരവതാനികളെ നെടുവേ കീറി മുറിച്ചതുപോലുള്ള റോഡുകൾ. ദീർഘനാളുകൾക്ക് ശേഷം ഇത്രയും പച്ചപ്പ് കാണുമ്പോൾ മലയാളക്കര കണ്ടതുപോലത്തെ സന്തോഷം ഞങ്ങൾക്കുണ്ടായി. ന്യൂയോർക്കിലെ ബഫലോയിൽ നിന്ന് 20 മൈൽ ദൂരമാണ് നയാഗ്ര സ്റ്റേറ്റ് പാർക്കിലേക്കുള്ളത്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തതിനു ശേഷം നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്കിന്റെ മെയിൻ എൻട്രൻസിലെത്തി. ഇവിടെ നിന്ന് അല്പദൂരം മുന്നോട്ട് നടന്നാൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ നയാഗ്ര ഫോൾസിന്റെ ദൃശ്യഭംഗിയിലേക്ക് എത്താം. 1979 പുറത്തിറങ്ങിയ ഐവിശേഷി സംവിധാനം ചെയ്ത 7-ാം കടലിനക്കരെ എന്ന ചിത്രത്തിലൂടെയാണ് നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത മലയാളി ആദ്യമായി അറിഞ്ഞത്. 2021 ഇന്നും ഓരോ സന്ദർശകനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നയാഗ്ര എന്ന അനിർവചനീയമായ അനുഭവം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. കാനഡയുടെ ഒന്റാറിയോ പ്രവിശ്യയുടെയും അമേരിക്കയുടെ ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു നയാഗ്ര വെള്ളച്ചാട്ടം. 40 ദശലക്ഷം ആളുകൾ ഓരോ വർഷവും ഈ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നു എന്നാണ് ഇവിടുത്തെ റിപ്പോർട്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇതിന്റെ നേരെ മുൻപിലായി കാണുന്നത് കാനഡയാണ്. നയാഗ്ര ഫാളിന്റെ അമേരിക്കൻ ഭാഗത്തെ കാനഡയിലെ ടൊറന്റോ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രശസ്തമായ റെയിൻബോ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. നയാഗ്ര നദിക്ക് മേലെ പണിത ഈ പാലത്തിനപ്പുറത്ത് ടൊറന്റോ നഗരത്തെ കാണാം. അങ്ങകലെ പ്രശസ്തമായ CN ടവർ തലയുയർത്തി നിൽക്കുന്നതും നല്ലൊരു ദൃശ്യാനുഭവമാണ്. നയാഗ്ര വെള്ളച്ചാട്ടം അടുത്ത് കാണാൻ ഒബ്സർവേഷൻ ഡെക്കുകളും ടെലസ്കോപ്പുകളും ഒരുക്കിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തുടർന്ന് ഏറ്റവും അടുത്തെത്താൻ മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്ന ബോട്ട് സർവീസുമുണ്ട്. ബോട്ടിലുള്ളവർക്ക് നനയാതിരിക്കാനുള്ള റെയിൻകോട്ടുകളാണ് ഇവർ വിതരണം ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് നീല റെയിൻകോട്ട് ധരിച്ച ആളുകളെയും കാനഡയിൽ നിന്നുള്ള ബോട്ട് സർവീസിൽ ചുവപ്പ് റെയിൻകോട്ട് ധരിച്ച ആളുകളെയും കാണുന്നത് കൗതുകമുള്ളൊരു കാഴ്ചയാണ്. മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് ബോട്ട് സർവീസ് അമേരിക്കൻ ഫോൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ ആർത്തിരമ്പി വരുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഞങ്ങളെ വിസ്മയിപ്പിച്ചു തുടങ്ങി. വെള്ളച്ചാട്ടത്തിന് മുൻപിലേക്ക് ബോട്ട് എത്തിയപ്പോൾ തന്നെ സന്ദർശകരെല്ലാം ഇതിന്റെ മനോഹാരിത ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കുന്നതിനുള്ള തിരക്കിലായി കഴിഞ്ഞു. ഈ കാണുന്നതാണ് നയാഗ്രയിലെ അമേരിക്കൻ ഫോൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം. ഇതിനോട് ചേർന്ന് തന്നെ നയാഗ്രയിലെ 2ാമത്തെ വെള്ളച്ചാട്ടമായ ബ്രൈഡൽ വെയിൽ ഫോൾസുമുണ്ട്. ഒരു ക്രിസ്ത്യൻ ബ്രൈഡിന്റെ വെയിലിനെ അനുസ്മരിപ്പിക്കുന്ന ആകർഷണമാണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇതിന് ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്ന പേര് വന്നു ചേർന്നത്. ഈ 2 വെള്ളച്ചാട്ടങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ അടുത്ത് കാണാൻ സാധിക്കുന്നു. നയാഗ്രയിലെ 3ാമത്തെ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ബോട്ട് നീങ്ങി തുടങ്ങി. ഇവിടെയുള്ള പാറക്കെട്ടുകൾ യന്ത്രനിർമ്മിതമാണെന്ന് തോന്നുമെങ്കിലും പ്രകൃതി ഒരുക്കിയ മറ്റൊരു വിസ്മയമാണിത്. 167 അടി ഉയരം, ഏകദേശം 51 മീറ്ററാണ് നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഉയരം. ഒരു സെക്കൻഡിൽ 85,000 ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക്. ഓരോ മിനിറ്റിലും 60 ടൺ ജൈവ മൂലകങ്ങൾ ഒഴുകിപ്പോകുന്നതാണ് നയാഗ്രയ്ക്ക് പച്ചനിറം സമ്മാനിക്കുന്നത്. ഒന്റാറിയോ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നയാഗ്ര നദി 58 കിലോമീറ്റർ ദൂരം ഒഴുകുന്നു. അവിസ്മരണീയമായ അനുഭവം തന്നെയാണ് നയാഗ്ര നദിയിലൂടെയുള്ള ഈ ബോട്ട് യാത്ര. നയാഗ്രയിലെ 3ാമത്തതും ഏറ്റവും ശക്തിയേറിയതുമായ ഹോഴ്സ് ഷൂ ഫാളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. കനേഡിയൻ ഫോൾസ് എന്ന് വിളിപ്പേരുള്ള ഈ വെള്ളച്ചാട്ടത്തിനുള്ളിലെ വീഡിയോ ഷൂട്ടിംഗ് അത്യന്തം ശ്രമകരമായിരുന്നു. കുതിരലാരത്തിന്റെ ആകൃതിയിലുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ മധ്യഭാഗത്ത് നിലയ്ക്കാത്ത ജലധാരയുടെ ശക്തി മൂലം ഇതിനുള്ളിലെ കാഴ്ച പോലും മൂടൽ മഞ്ഞു പോലെയാണ്. ജലത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കി തരുന്നു വെള്ളച്ചാട്ടത്തിന്റെ ഈ ഭാഗം. ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ഒരു ജീവിതം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കാൻ നിരവധി ഓർമ്മകൾ നൽകുന്നു പ്രകൃതിയുടെ ഈ അത്യപൂർവ കാഴ്ച. വന്യമായ ഈ പ്രകൃതി സൗന്ദര്യം രാത്രികാലങ്ങളിൽ വർണ്ണാഭമായ വെളിച്ചത്തിൽ ഹൃദയസ്പർശിയാണ്.
ഇനിയും അനേക വർഷങ്ങൾ സിനിമകൾക്കും സന്ദർശകർക്കുമായി കാഴ്ചയുടെ വിസ്മയം തീർത്തുകൊണ്ട് നയാഗ്ര അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കും. കുടി കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണേ, വെളുവെളുത്തൊരു പെണ്ണ്, കുടി കുടിച്ചെന്ന് കള്ള്